ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് വന്നിട്ട് ഓണത്തിന് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓണത്തിനല്ല, ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓണം മേക്കപ്പ് ലുക്ക് വേണമെന്നുള്ളത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓണം ലുക്ക് ചെയ്യണം, വെയിറ്റിംഗ് ആണെന്നൊക്കെ. അപ്പം നമ്മുടെ ഓണം ലുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓണം ലുക്കിൽ ഒരു ലുക്കാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളൊരു 3 ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഒരു സാരി ലുക്കും, പിന്നെ ഒരു സാരി നമുക്ക് സ്കേർട്ടായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു ലുക്കും, പിന്നെ ഒരു ധാവണി, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം നമുക്കതൊക്കെ റെഡി ആക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഹിമാലയൻ്റെ ലിപ് ബാമാണ്. ഞാൻ ഇതാണ് കേട്ടോ യൂസ് ആക്കൽ. അപ്പോൾ ഇത് ലിപ് ബാം ഫസ്റ്റ് ലിപ്പിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് ലിപ്പ്. പിന്നെ ഞാൻ ഒരു ഓണം ലുക്ക് വന്നിട്ട് സാരി നമുക്ക് സ്കേർട്ടായിട്ട് ഡ്രൈപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യമാണ് സാരീനെ നമുക്ക് ഡ്രൈപ്പ് ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനൊരു പ്രൈമിങ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് റെവല്യൂഷൻ്റെ കൺസീൽ ആൻഡ് ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈമിങ് വാട്ടറാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫാനോ എന്തെങ്കിലും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സെറ്റിലാക്കി കൊടുക്കാം. അപ്പോൾ ഇതേ കുറേ പിമ്പിൾസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്കിൻ അത്ര ക്ലിയർ ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ കാണാം കുറേ പാടുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്കിൻ കെയറിങ് ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ അറിയാനുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ ഞാൻ വന്നിട്ട് മേക്സ് മീ ആൻഡ് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് റേറ്റ് വരുന്നത് 1350 ആണ്. ഇത് ഈ ഒരു പിങ്ക് കളറിലൊരു വാട്ടർ ബേസ്ഡ് ടെക്സ്ചറിലാണ് കേട്ടോ ഇത് വരിക. അപ്പോൾ ഇത് നമ്മൾ ബ്രൈഡ്സിനൊക്കെ യൂസ് ആക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളൊരു സ്പാച്ചില വെച്ചിട്ടാണ് ഇത് എടുക്കുക. ഇത് ഭയങ്കര കുറച്ച് മതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഫേസിലേക്ക് അബ്സോർബ് ആകും. ഭയങ്കര കുറച്ച് എമൗണ്ട് എടുത്താൽ മതി കേട്ടോ. ഒരു കുറച്ച് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ചിട്ടാൽ മതി, നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് തന്നെ കൂടുതലാണ് സത്യം പറഞ്ഞാൽ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓൺ വോയിസിൽ വീഡിയോ എടുക്കണത്. പിന്നെ പുറത്ത് ഭയങ്കര സൗണ്ടാണ്. നമ്മൾ കുറച്ചൊരു ജംഗ്ഷൻ ഏരിയയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും, മെയിൻ റോഡാണ്, അപ്പോൾ ഭയങ്കരമായിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ പറ്റാതെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മാക്സിമം ഞാൻ 2 വോയിസ് ഓവറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. കാരണം പുറത്ത് സൗണ്ടുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ എഡിറ്റ് ചെയ്യുക. പിന്നെ ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആക്ച്വലി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ടാവും, അല്ലാതെ കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതുണ്ടോ, സ്കിന്ന് നല്ലൊരു ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നമുക്ക് ഫാനൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഓൾറെഡി ഇത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ട് പുറത്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് പോൺസിൻ്റെ സൺസ്ക്രീനാണേ. സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
സൺസ്ക്രീന് ഇടുമ്പോൾ വന്നിട്ട് ഒരു ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇത് ഫേസിലേക്ക് സെറ്റിലായി കഴിയുമ്പം അത് മാറും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഫേസിലേക്ക് സെറ്റിലായി കഴിയുമ്പം അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ കേട്ടോ. ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഈ സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും മാത്രമായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നല്ലൊരു ഗ്ലോയാണ് ഫേസിൽ വരിക. ഇത് വന്നിട്ട് സിറം കൂടെയുള്ള സൺസ്ക്രീനാണെന്ന് തോന്നുന്നുണ്ട്. അല്ല കേട്ടോ, ഇതിനകത്ത് വൈറ്റമിൻ സിയും നൈനാസിനിമൈഡുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കണ്ടോ ഫേസിലേക്ക് അത് ഫുള്ള് സെറ്റിലായി, ആ വൈറ്റ് കാസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമുക്ക് ഐയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യൂസ് ആക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഇത് കാണാൻ പറ്റുന്നില്ലേ, ഇതിൽ റൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് പ്രോഡക്റ്റ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ് കേട്ടോ. അതെ, ഈ ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യുക. ഇതിൽ ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് വിടുന്നതേ ഉള്ളൂ. അപ്പം ഐബ്രോസ് വന്നിട്ട് ഞാൻ ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഓൾറെഡി തിക്നെസ്സോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കുകയാണ്. അപ്പം നമ്മൾ ഐബ്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആ ഒരു ടിപ്പിൽ നിന്ന് പോയി സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു ഹാഫ് ഏരിയയിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെയും അങ്ങനെ കുറച്ച് എക്സസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കണ്ണാടി ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. എനിക്ക് ഫോണിൽ ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് എക്സസ് ആയിട്ടുള്ള ഹെയർസൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നെക്സ്റ്റ് ഐബ്രോയും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐബ്രോസ് നമ്മൾ എടുക്കാൻ പോയപ്പോഴത്തേക്കും അവർ അതിൻ്റെ ടിപ്പ് അത്ര ശരിയായിട്ടല്ല എടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഐ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് ടു ഫേസിൻ്റെ കൺസീലറാണ്. അപ്പോൾ ഞാൻ ടു ഫേസിൻ്റെ കൺസീലർ വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സാൻഡാണ്. പിന്നെ ഞാൻ ഇതൊരു ബ്ലെൻഡർ വെച്ചിട്ടാണ് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലെൻഡർ വന്നിട്ട് നമ്മൾ വെറ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇത് ഈ ഹുദൈൻ്റെ ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഹുദൈൻ്റെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഐസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ വന്നിട്ട് നന്നായിട്ട് സെറ്റാക്കുക. എന്നിട്ട് വേണം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് നമ്മുടെ പി ലൂയിസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഇത്. 6950 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ആൻഡ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഷെയ്ഡ്സുകളുണ്ട് ഈ പാലറ്റിനകത്ത്. ഇതാണ് പാലറ്റ് വരുന്നത്. ഇത്രയും ഷെയ്ഡ്സുകൾ വരുന്നുണ്ട് ഇതിൽ. കുറേ നല്ല നല്ല ഷെയ്ഡ്സുകളാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫുള്ള് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, നല്ല നല്ല ബ്രൗൺ ഷെയ്ഡ്സ്. കുറേ ഷെയ്ഡ്സിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പോലെ. ഇപ്പം ഒരു ഷെയ്ഡിൻ്റെ തന്നെ ബ്രൗൺ ആണെങ്കിൽ ബ്രൗണിൻ്റെ തന്നെ കുറേ ഷെയ്ഡ്സ് വരുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്ക് നല്ല ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് നല്ലൊരു പാലറ്റാണ്, നല്ല വേർത്താണ്. ആ ഒരു റേറ്റിനാണെങ്കിലും നല്ല വേർത്തി ആയിട്ടുള്ളൊരു പാലറ്റാണ് കേട്ടോ. ഈ ഒരു പാലറ്റ് കയ്യിലുണ്ട് നമുക്ക് ഒരുപാട് ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് സ്റ്റൈലിൽ. അപ്പോൾ ഞാൻ ഇത് ഫുള്ളൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് വന്നിട്ട് സ്പീഡിൽ 2Xലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ബ്രൗൺ ഇട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫുൾ ബ്രൗൺ ഷെയ്ഡ്സ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
അങ്ങനെ ആദ്യം ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ടു, പിന്നെ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് അങ്ങനെയാണ് കേട്ടോ ഇട്ട് പോകുന്നത്. ഗൈസ്, നമ്മൾ വീണ്ടും ലെൻസ് വെക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ലെൻസ് വെച്ചിട്ട് ബാക്കി ചെയ്യാം. കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ലെൻസ് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലെൻസ് വെച്ച് കൊടുക്കുന്നില്ല. ലെൻസ് വെച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നമ്മുടെ ഫ്രഷ് ലുക്കിൻ്റെ ലെൻസാണ് കേട്ടോ. ഗ്രേ കളറാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ടീയേഴ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ കോർണറിലുള്ള ടിയർ ഡക്റ്റിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോഴത്തേക്കും ടീയേഴ്സ് സ്റ്റോപ്പ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പം ഒരു കണ്ണിൽ വെച്ചു, അപ്പം ഞാൻ അടുത്ത കണ്ണിലും കൂടെ വെക്കുകയാണ്. അപ്പം ഞാനിത് 1 month ലെൻസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കേസിനകത്തിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രൈറ്റ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ 1 day ലെൻസായിരിക്കും യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഐസിലും വന്നിട്ട് ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ലെൻസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അതൊന്ന് പ്ലേസ് ആയി കഴിഞ്ഞിട്ട് ടീയേഴ്സ് വരുന്നുണ്ടെങ്കിൽ ടിയർ ഡക്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കണ്ണൊന്ന് അടച്ചിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് കണ്ണ് കറക്കി കൊടുത്താൽ മതി. അപ്പം അത് കറക്റ്റ് പ്ലേസിലായി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് 2 കണ്ണിലും ലെൻസ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബാക്കി ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഐസിൽ വന്നിട്ട് കുറച്ചൊന്ന് സ്മോക്കി ഐ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കണ്ണിൽ വന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ സ്മോക്കി ഐസ് അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ഞാൻ ഷൂട്ടാണല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് സ്മോക്കി ഐസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് വെച്ചിട്ട് 2 സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ അത് ഈവനായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് കളർ എടുത്ത് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ഒരു ഗ്ലിറ്ററും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റായിട്ട്. ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗ്ലിറ്റർ വന്നിട്ട് കുറച്ചൊരു പിഗ്മെൻറ്റ്സ് കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ പിഗ്മെൻറ്റ്സ് കുറഞ്ഞതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഭയങ്കരം ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ളതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിലും കുറച്ചും കൂടെ വലിയ പാർട്ടിക്കിൾസ് ഉള്ളതുണ്ട്. അങ്ങനെ 2 ടൈപ്പിൽ ഗ്ലിറ്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. PACൻ്റെ കാജലാണ്. അപ്പം ഞാൻ കണ്ണൊന്നും കൂടെ ഒന്ന് ഓപ്പണായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ PACൻ്റെ കാജൽ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഐസിലും അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ലൈനർ പോലും നന്നായിട്ട് വരച്ചൊന്നും കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ഇത് പാരസിൻ്റെ ലാഷാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. ലാഷ് PACൻ്റെ ലാഷ് ഗ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാഷ് വെക്കാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ലാഷിന് വന്നിട്ട് ലെങ്ത് കൂടുതലാണ്. അപ്പം നമ്മളത് കുറച്ച് കട്ട് ചെയ്ത് ആദ്യം കണ്ണിൽ വെച്ച് നോക്കിയിട്ട് അത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാഷ് വെക്കാൻ ഭയങ്കര പാടാണ് എനിക്ക് വന്നിട്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ മേളിൽ നിന്ന് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാഷ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഷിൻ്റെ ഷേപ്പ് ഒന്നും പോവില്ല. നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് പുള്ളി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് പോകും കേട്ടോ. അപ്പം ഒരു വിധത്തിൽ നമ്മളിത് ലാഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കളർ ബാറിൻ്റെ ഒരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൈമർ വന്നിട്ട് സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമറാണ്. അത് വന്നിട്ട് ഞാൻ T-സോണിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഓയിലി ആയിട്ട് വരുന്നത് T-സോൺ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഭയങ്കര ഓവറായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എടുത്ത അത്രയും ക്വാണ്ടിറ്റി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. PACൻ്റെ ഈ ഒരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇത് ഈ ഒരു കൺസീലർ ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കൺസീൽ ചെയ്യേണ്ട അടുത്തെല്ലാം ഒന്ന് കൺസീൽ ചെയ്തെടുക്കുന്നുണ്ട്. മൗത്തിൻ്റെ ഒരു ഏരിയയിലും പിന്നെ അതുപോലെ നമ്മൾ പിമ്പിൾസ് കാര്യങ്ങളുള്ളിടത്തൊക്കെ കൺസീലർ യൂസ് ചെയ്ത് കൺസീൽ ചെയ്തെടുക്കുകയാണ്. ഈ കൺസീലർ വന്നിട്ട് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിലും 2 ഷെയ്ഡ് ഡാർക്കറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഫേസ് നന്നായിട്ട് കൺസീൽ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ നമ്മളിത് എസ്റ്റീൻ ലോഡറിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു ഡ്യൂയി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ സ്ട്രോപ്പ് ക്രീമും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ ഷെയ്ഡിനേക്കാൾ ഒരു ചെറിയ ഒരു പൊടിക്ക് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ.
പിന്നെ ഇത് ഈ ഒരു ബ്രഷ് വന്നിട്ട് ബ്യൂട്ടിലീഷ്യസിൻ്റെ ബ്രഷാണ്. ഞാനിപ്പം ബ്രൈഡ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ആവും, അതുപോലെ തന്നെ നല്ല ഈവനായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു ആംഗിൾഡ് ഷേപ്പാണ് കേട്ടോ ഈ ബ്രഷിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഫേസിലേക്ക് അത് അബ്സോർബ് ആകും. അപ്പോൾ നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്രഷ് ഡെഫിനറ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബ്രഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഉള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഞാനിപ്പം കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷാണ് ബ്രൈഡ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിത് വെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പഞ്ചും കൂടെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും വെറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വന്നിട്ട് പഫിലേക്ക് വന്നിട്ട് ഇത് പിടിച്ചോളും, എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് പിടിച്ചോളും. പിന്നെ ഇത് ഞാൻ പൗഡർ ഇട്ടത് ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്ത് പോയി ഷൂട്ട് എടുക്കാൻ, അതുകൊണ്ട് വെയിലൊക്കെ കൊള്ളണം, അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ട് PSന്റെ ബ്ലഷാണ്. ഷെയ്ഡ് വരുന്നത് 02 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ PSന്റെ ക്രീം ബ്ലഷാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഡ്യൂയി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്രീം ബ്ലഷ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് വന്നിട്ട് മാസിൻ്റെ ബ്രഷ് സെറ്റിനകത്തുള്ള ഒരു ബ്രഷാണ് കേട്ടോ. മാസിൻ്റെ ബ്രഷുകൾ വന്നിട്ട് നല്ല ബ്രഷുകളാണ്, അഫോർഡബിൾ റേറ്റിന് വരുന്നുള്ളൂ, പക്ഷേ നല്ല വർത്തി ആയിട്ടുള്ള നല്ല ബ്രഷുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾ ബ്രഷുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മാസിൻ്റെ ബ്രഷുകൾ വാങ്ങിച്ചാൽ നന്നായിരിക്കും കേട്ടോ. പേഴ്സണൽ യൂസിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ ജസ്റ്റ് ഹൂല എടുത്തിട്ട് ഇത് ബ്രോൺസറാണ്, അത് ബെനഫിറ്റിൻ്റെ ആണ് കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂക്കിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് കോണ്ടോർ ചെയ്ത് ബ്രൗൺസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ടൊന്നും മനസ്സിലാകത്തുകൂടി. സ്വിസ് ബ്യൂട്ടിയുടെ ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചൊന്ന് ഡാർക്കായിട്ടുള്ള ലൈനർ വെച്ചിട്ടാണ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് അതിനകത്ത് കണ്ടില്ല, തപ്പാനൊന്നും പിന്നെ ടൈം ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഡാർക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് രണ്ടും വന്നിട്ട് മെബലൈൻ്റെ 2 ലിപ്സ്റ്റിക്സ് ആണ്. മെബലൈൻ സൂപ്പർ സ്റ്റേയുടെ ഷെയ്ഡ് വന്നിട്ട് 20-ഉം 80-ഉം ആണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് 20-ഉം 80 അല്ല 50-ഉം 80 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ. ഞാനത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ആക്കുന്നത്. കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ന്യൂഡ് ഷെയ്ഡിലും കൂടുതലും മാച്ച് ആവുന്നത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മെബലൈൻ്റെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് നല്ല സ്റ്റേ ആണ്, ഒരുപാട് നേരം സ്റ്റേ ചെയ്യും, അതുപോലെ ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും കേട്ടോ അതിന് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ കണ്ണിൻ്റെ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹുദൻ്റെ നോട്ടി പാലറ്റാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് PSന്റെ കാജലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കണ്ണിൻ്റെ താഴെ എഴുതാറില്ല, ഇതിപ്പോൾ ഒരു ഓണം ലുക്ക് ആയതുകൊണ്ട് കണ്ണിൻ്റെ താഴെ എഴുതാമെന്ന് വെച്ചു. അപ്പോൾ കണ്ണൊന്നും കൂടെ ഒന്ന് വിടർന്ന് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത് മെബലൈൻ്റെ മസ്കാര യൂസ് ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ മസ്കാര വന്നിട്ട് വാട്ടർ പ്രൂഫാണ് കേട്ടോ. നെക്സ്റ്റ് ഹൈലൈറ്റിംഗ് ആണ്. ഇത് വന്നിട്ട് PSന്റെ ഹൈലൈറ്റർ പാലറ്റാണ്. ഷെയ്ഡ് വന്നിട്ട് റോസ് സിൽക്ക് എന്നാണ് 02. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഹൈലൈറ്റർ ഇതാണ് കേട്ടോ, PSന്റെ ഹൈലൈറ്റർ. നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്ലോ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് T സോണിൽ, അതുപോലെ ചീക്കിൽ, ചിന്നിൽ, പിന്നെ ഐബ്രോസിൻ്റെ താഴെയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹൈലൈറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റിംഗ് സ്പ്രേ നമ്മൾ PSന്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഇത് ഏറെക്കുറെ അല്ല ഫുൾ ഫേസ് മേക്കപ്പ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് ആ ഒരു കളറൊക്കെ കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ടല്ലോ. നമ്മൾ ബ്ലഷ് കാര്യങ്ങളൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളർ നമുക്ക് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സാരിയും ബ്ലൗസും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഫേസിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാരി കൊടുത്തിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലീറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സാരിയും ബ്ലൗസും വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഹെയർ ഞാൻ ഓൾറെഡി ക്രിംപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് സൈഡ് പഫാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ കുറവായതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്യൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട്
ബാക്കിലൊന്ന് ബൺ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മുടി കുറവായതുകൊണ്ട് ഭയങ്കര പാടാണ് ബൺ ചെയ്യാൻ. ഒരു വിധത്തിൽ ഞാനത് ബൺ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഹെയർ ആക്സസറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ജാസ്മിൻ ഫ്ലവർ പോലത്തെയാണ്. പ്ലാസ്റ്റിക് അല്ല, എന്തോ എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പർ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രേസ്ലെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ മേക്കപ്പ് ലുക്കെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഒരു മാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ടെമ്പിൾ ലുക്കിൻ്റെ ഇത് വരുന്ന ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ മാല ഇട്ട് 2-3 മാല ഞാൻ സ്റ്റൈൽ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു മാലയാണ് അതിന് സ്യൂട്ടായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ മാല തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കുന്നത്, പക്ഷേ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് വെച്ച് നോക്കിയ മാല തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ചെറിയ 2 ഇയറിങ്സ് ഉണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. 2 ബാംഗിൾസ് ആയിരുന്നു. അത് മീഷോയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഇതിന് മാച്ച് ആവുന്നുണ്ടായിരുന്നതുകൊണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല വളകളായിരുന്നു കേട്ടോ. 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 200 സംതിങ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിന്. അപ്പോൾ അങ്ങനെ നമ്മൾ വളയും മലയൊക്കെ ഇട്ട് കൊടുത്ത ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ വേറെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഫുൾ ലുക്ക് വരുന്നത് ഏകദേശം ഇതാണ്. പിന്നെ നമ്മൾ പുറത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു റീൽസിന് വേണ്ടിയിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാൻ ഇതിന് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ റീൽ ഇടാനും കൂടെ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഓണം ലുക്കായിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഇത് ഞങ്ങൾ പുറത്ത് പോയി വീഡിയോസ് എടുത്തതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പോയിട്ടായിരുന്നു നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോസ്പിൻ്റെ കാര്യം ഓർത്തത്. അപ്പം ഞാനിത് ആ നോസ്പിനൊന്ന് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് പറയണം. ഇതായിരുന്നു ഞാൻ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഈ നോസ്പിൻ ഇഷ്ടമായില്ലോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു ഓണം ലുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബൈ.